ഹായ് ഡിയർ ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നത് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സാമ്പിൾ പേപ്പറിൽ നിന്നുള്ളതാണ് കേട്ടോ. സെക്ഷൻ ഡിയിലാണ് ഈ 5 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഈ സാമ്പിൾ പേപ്പർ ശരിക്കും നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ പാറ്റേണിലുള്ളതാണ്. എല്ലാവരും അത് സോൾവ് ചെയ്ത് നോക്കണം. എന്ന് വിചാരിച്ച് ഇതേ ക്വസ്റ്റ്യൻ അവിടെ വരില്ല, പക്ഷെ പാറ്റേൺ സെയിം ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. A train travels at a certain average speed for a distance of 63 km and then travels at a distance of 72 km at an average speed of 6 km per hour more than its original speed. അപ്പോൾ ഒരു സ്പീഡിന് 63 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ 72 കിലോമീറ്റർ നേരത്തെ ഉണ്ടായിരുന്ന സ്പീഡിനേക്കാൾ 6 കിലോമീറ്റർ പെർ അവർ കൂടുതലായിരുന്നു സ്പീഡിന്. ആ സമയത്ത് ട്രാവൽ ചെയ്തത് 72 കിലോമീറ്റർ ആണ്. ഇഫ് ഇറ്റ് ടേക്സ് 3 hours ടു കംപ്ലീറ്റ് ദ ടോട്ടൽ ജേർണി, വാട്ട് ഇസ് ദ ഒറിജിനൽ ആവറേജ് സ്പീഡ്? അപ്പോൾ ഒരു ആവറേജ് സ്പീഡിന് 63 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അത് കഴിഞ്ഞ് 72 കിലോമീറ്റർ സ്പീഡ് കൂടിയിട്ടുണ്ട്. ഈ രണ്ട് ഡിസ്റ്റൻസും കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ടൈം ടേക്കൺ ഇസ് 3 hours ആണ്. അപ്പോൾ ഈ ട്രെയിൻ പ്ലെയിൻ ക്വസ്റ്റ്യൻ ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് അറിഞ്ഞൂടാത്തതിന് വേരിയബിൾ കൊടുക്കുക. വി ഡോണ്ട് നോ ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ. സോ ദ ഒറിജിനൽ ആവറേജ് സ്പീഡ് ബി എക്സ് കിലോമീറ്റർ പെർ അവർ കൊടുത്തു. ദെൻ ടൈം ടേക്കൺ ടു ട്രാവൽ how much kilometer? 63 kilometer. That's equal to, time taken equal to distance by speed ആണ്. അപ്പോൾ 63 by x ഇത്ര hours ആണ്. ഓക്കെ, ഇനി സ്പീഡ് 6 കിലോമീറ്റർ പെർ അവർ കൂടുതലായിരുന്നു. അപ്പോൾ എത്ര ടൈം? അന്നേരം ഡിസ്റ്റൻസ് കവേർഡ് 72 ആണ്. നെക്സ്റ്റ് ടൈം ടേക്കൺ ടു ട്രാവൽ 72 kilometer. That is equal to 72 by speed x plus 6. 3 hours. Okay. ഇനി ഈ രണ്ട് ടൈമും കൂടെ ചേർന്നതാണ് എത്ര? 3 hours to complete the journey ആണ്. ഓക്കെ, സോ ആസ് പെർ ദ ക്വസ്റ്റ്യൻ എഴുതുക, അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ 63 divided by x plus 72 divided by x plus 6, that's equal to 3. എല്ലാം സെയിം യൂണിറ്റിലാണോ എന്നൊക്കെ നോക്കുക. ഇവിടെ ഇപ്പോൾ സെയിം ആണ്. ഇനി സാധാരണ പോലെ തന്നെ ക്രോസ് ഇതിങ്ങനെ ചെയ്തിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 63 ഇൻറ്റു എക്സ് പ്ലസ് 6 ദാറ്റ്സ് പ്ലസ് 72x ദാറ്റ്സ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ ഇത് ചെയ്തില്ലല്ലോ, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6. ഓക്കെ, ഇനി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 63x പ്ലസ് 63 ഇൻറ്റു 6 ചെയ്യുമ്പോൾ വി ഗെറ്റ് 378. ഐ തിങ്ക് റൈറ്റ്. 378 പ്ലസ് 72x ഡിവൈഡഡ് ബൈ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് x സ്ക്വയർ പ്ലസ് 6x ദാറ്റ് ഇസ് ഈക്വൽ ടു 3. ഇവിടെ ലൈക്ക് ടേംസ് ഉണ്ട്. ഇതും ലൈക്ക് ടേംസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് 135x plus 378 divided by x square plus 6x equal to 3. വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ മേക്ക് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ വി ഗെറ്റ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 6x ദാറ്റ്സ് ഈക്വൽ ടു 135x plus 378, right? വീണ്ടും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 3x സ്ക്വയർ പ്ലസ് 18x മൈനസ് 135x മൈനസ് 378. ഇവിടെ നമ്മൾക്ക് ലൈക്ക് ടേംസ് ഇത് രണ്ടും ലൈക്ക് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 117, റൈറ്റ്. 3x സ്ക്വയർ നെഗറ്റീവ് ആണ്, അപ്പോൾ മൈനസ് 117x മൈനസ് 378 ഈക്വൽ ടു 0. ഈ എല്ലാ നമ്പറിലും
3 കോമൺ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കിതിനെല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എക്സ് സ്ക്വയർ മൈനസ് 39x മൈനസ് 126. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 0. ഇതാണ് നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സ് ആണ് നമ്മൾ ഒറിജിനൽ സ്പീഡിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ 126 അല്ലേ, 3 again 3 1 4 again 2 7. അപ്പോൾ ഇതാണ് നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിൽ പ്രോഡക്റ്റ് നെഗറ്റീവ്, സം നെഗറ്റീവ് ആണ്. സോ ദ ബിഗർ നമ്പർ ഇസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഡിഫറൻസ് 39 ആണ്. അപ്പോൾ വലിയ നമ്പർ നെഗറ്റീവ്. 2 into 4 14, 14 into 3 42, ബാക്കി 3. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നെഗറ്റീവ്? നെഗറ്റീവ് 42 പ്ലസ് 3 ആണ് ഫാക്ടേഴ്സ് വരുന്നത്. സോ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എക്സ് മൈനസ് 42 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. സോ എക്സ് ഈക്വൽ ടു 42 ഓർ എക്സ് ഈക്വൽ ടു -3. -3 ഒരിക്കലും സ്പീഡ് ആവില്ല. സോ ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുന്നു. റിജക്റ്റഡ്. സോ എക്സ് ഈക്വൽ ടു 42 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഒറിജിനൽ ആവറേജ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇസ് 42 km/h. So we have to write the conclusion. Average speed of equal to 42 km/h. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യനായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുപോലെ തന്നെ സാമ്പിൾ പേപ്പർ എന്തായാലും നിങ്ങൾ ആ സാമ്പിൾ പേപ്പറിൻ്റെ പാറ്റേൺ ഒന്ന് ശരിക്കും മനസ്സിലാക്കുക. 80 മാർക്കിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് നിങ്ങൾക്ക് ബോർഡ് എക്സാമിനും വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.